ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ ബാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദൈവാസുര സമ്പദ് വിഭാഗ യോഗം അല്ലെങ്കിൽ ദേവാസുര ഭാവങ്ങൾ എന്നുള്ള ആ അധ്യായമാണ്. ആദ്യം അർജുനന് ഭഗവാൻ ദൈവിക സമ്പത്തുള്ളവരുടെ ഗുണങ്ങൾ 26 ഗുണങ്ങൾ നമ്മൾ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ ദൈവ ഗുണം എന്ന് പറഞ്ഞാല് നല്ല ആധ്യാത്മികതയിലേക്ക് ഉയരാൻ താല്പര്യമുള്ളവരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. അതിനെ ഇന്നലെ 1 മുതൽ 26 വരെയായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നത് അതല്ലാത്ത ഗുണങ്ങളുണ്ടല്ലോ, ആസുരിക ഗുണാണ്. 4-ാമത്തെ ശ്ലോകം അതാണ് പറയുന്നത്. ഇന്നലെ പറഞ്ഞത് അഭയം, സത്വസംശുദ്ധിർ, ജ്ഞാനയോഗ വ്യവസ്ഥിതി, ദാനം, ദമം, യജ്ഞം, സ്വാധ്യായം, തപസ്, ആർജവം ബുദ്ധി ഉണ്ടാവണം, അഹിംസ, സത്യം, അക്രോധം, ത്യാഗം, ശാന്തി, അപൈശുനം, ദയ, ഭൂതേഷു അലോലുപത്വം, മാർദ്ദവം, ഹ്രീ, അചാപലം, തേജസ്, ക്ഷമ, ധൃതി, ശൗചം, അദ്രോഹം, അതിമാനിത ഭവന്തി സമ്പദം. ഇതൊക്കെയാണ് ദൈവീം അഭിജാതസ്യ ഭാരത. നമ്മളെല്ലാവരും അഭിജാതന്മാരാണ്. വളരെയധികം തരം ജന്മങ്ങളുണ്ടല്ലോ, 84 ലക്ഷം ഉണ്ട്. അതില് മനുഷ്യന്മാരായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതുകൊണ്ടാണ് അഭിജാതന്മാർ എന്ന് പറയുന്നത്. ഇനി അസുര ഗുണങ്ങളാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ദംഭോ ദർപ്പോ അഭിമാനശ്ച ക്രോധ പാരുഷ്യമേവ ച അജ്ഞാനം ച അഭിജാതസ്യ പാർത്ഥ സമ്പാദമാസുരീം. ദംഭം, ഞാൻ വലിയ ആളാണ്, എന്നെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ എന്നുള്ള ആ ബോധാണ് ദംഭം, അഹങ്കാരം. പണ്ട് പറ്റും അഹങ്കാരം, ചക്രം ചവിട്ടും എന്നൊക്കെ പറയും, അത് പാടില്ല. അതുപോലെ ദർപ്പം അത് തന്നെയാണ്, ഞാൻ ആരാണ് എന്നുള്ള ആ ഭാവം, അഹങ്കാരത്തിന്റെ ഒരു വകഭേദം തന്നെയാണ് ദർപ്പം. ഇനിയും കിട്ടണം എന്നുള്ള ആ മോഹവും അതിൽ പെടുന്നതാണ്. പിന്നെ അഭിമാനം എന്ന് പറഞ്ഞാൽ മിഥ്യാഭിമാനം, ഞാൻ വലിയ ആള് എന്നുള്ള ആ ബോധം. ക്രോധം പിന്നെ ഇന്നലെ അക്രോധം എന്ന് പറഞ്ഞല്ലോ, അതിന് എതിരായിട്ടുള്ളത് എപ്പോഴും അക്രോധം ദൈവികമായിട്ടുള്ള ഗുണമാണ്, ശാന്തത. പിന്നെ വലിയ ശുണ്ഠിക്കാരനായാല് അല്ലെങ്കിൽ ക്രോധി ആയാല് അത് അസുര സ്വഭാവമാകുന്നു. മൂക്കിന്റെ തുമ്പത്ത് കോപാണ് അയാൾക്ക് എന്ന് പറഞ്ഞാല് അത് നല്ല കാര്യമല്ല. ഉദാഹരണത്തിന് നമുക്ക് ദുർവാസാവിനെ നോക്കാം. ഭഗവാൻ ശിവന്റെ അംശമായിട്ട് ജനിച്ചിട്ടുള്ള ആളാണ് ദുർവാസാവ്. വളരെ വലിയ തപസ്വിയാണ്, അത്രയധികം അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള ആളാണ്. പക്ഷെ വസിഷ്ഠന്റെ ഒന്നും പോലെയുള്ള, വ്യാസന്റെ ഒന്നും പോലെയുള്ള വഴിക്കല്ല തിരിച്ചു വിട്ടത്. ക്രോധമാണ്, അടക്കാൻ പറ്റാത്ത ക്രോധാണ് ആ ദുർവാസാവിന്റെ ശാപം എന്ന് തന്നെ പറയാം. അംബരീഷിന്റെ അടുത്ത് പോയിട്ട് ശപിച്ചു, ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ ശപിച്ച് ഗജേന്ദ്രനാക്കി.
പിന്നെ പാലാഴി മദനത്തിന്റെ അതിന് മുമ്പായിട്ട് ആ മാല, താൻ കൊടുത്ത മാല ആന ഐരാവതം താഴെ ഇട്ടു ചവിട്ടി എന്നുള്ള ഒരു പേര് പറഞ്ഞിട്ട് എന്തൊരു ഭയങ്കരമായ ശാപ. എല്ലാവരും, ഇന്ദ്രൻ മാത്രമല്ല ദേവന്മാരെല്ലാവരും വയസ്സന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു. നമ്മള് ശാകുന്തളത്തിൽ കണ്ടിട്ടുണ്ട് അല്ലെ, ആരെയാണോ നീ ഓർക്കുന്നത് ആ ആള് നിന്നെ മറന്നുപോട്ടെ. അങ്ങനെ കുറുക്കി കൊള്ളുന്ന, കഠിനമായി ദുഃഖിപ്പിക്കുന്ന ശാപങ്ങൾ കൊടുക്കുന്നത് ദുർവാസാവാണ്. ആ ദുർവാസാവിന്റെ ദോഷം എന്താണ്? ഒരേ ഒരു ദോഷമുള്ളൂ, ക്രോധം. അങ്ങനെ പാടില്ല. തപശക്തി മുഴുവനും അങ്ങോട്ട് പോയി. പിന്നെ ആദ്യം കുറെ കാലം തപസ് ചെയ്തിട്ട് വേണം അത്രയും ശക്തി, നിഗ്രഹ ശക്തി ഉണ്ടാവുന്നത് ഈ തപസ് കൊണ്ടാണ് അതുണ്ടാവും. അപ്പൊ അത് പാടില്ല. പിന്നെ പാരുഷ്യം എന്ന് പറഞ്ഞാല് ദൈവിക ഗുണമായിട്ടുള്ള മൃദുത്വം പറഞ്ഞില്ലേ, അതിന്റെ വിപരീതം. എപ്പോഴും ചിരിക്കില്ല, ഭയങ്കര ഗൗരവത്തില് ആരെ കണ്ടാലും സംശയത്തോടെ നോക്കുക. വാക്കുകൾ കല്ല് പോലെയാണ്, ആ വാക്ക് മേല് തട്ടിയാൽ നമുക്ക് വേദനയാവും. അങ്ങനത്തെ ഒരു തരം ആൾക്കാരുണ്ട്, അവരോട് അടുക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പിന്നെ അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മ, മോഹം. വേണ്ടതൊന്നും തോന്നില്ല, ഞാൻ ഈ ശരീരം മാത്രമാണ് എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും. അവരും അഭിജാതന്മാരാണ്, പക്ഷെ അവരൊക്കെ ആസുരി സ്വഭാവികളാണ്. അഭിജാതന്മാരെന്ന് പറഞ്ഞാൽ അവരും ഏറ്റവും മുകളിലുള്ള മനുഷ്യൻ എന്ന പദവിയിലുള്ളവരാണ്, പക്ഷെ അവർക്കതൊന്നും അറിയില്ല. അപ്പൊ ഈ അജ്ഞാനം മാറാൻ നമ്മൾ ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ മതി. നമ്മുടെ ആ വന്ദന ശ്ലോകത്തിൽ തന്നെയല്ലേ, അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ. അജ്ഞാനം മൂടിയിരിക്കുകയാണ് നമ്മുടെ കണ്ണിനെ, പുറത്തേക്കുള്ള കണ്ണിനെയല്ല, ഉൾക്കണ്ണിനെ. പുറത്തേക്കുള്ള കണ്ണാണെങ്കിൽ അത് സർജറി ചെയ്തിട്ട് കളയാൻ പറ്റും, കാറ്ററാക്റ്റിന്റെ സർജറി ചെയ്താൽ മതി. അജ്ഞാന തിമിര അന്ധം, ഉൾക്കണ്ണിനെ ആ തിമിരം ബാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനെ ജ്ഞാന അഞ്ജന ശലാക എന്ന് പറഞ്ഞ ആ ആയുധം, ഉപകരണം കൊണ്ട് ഗുരു തന്നെ വേണം അതിനെ മാറ്റാനായിട്ട്. പുറം കണ്ണ് തുറപ്പിക്കാൻ ആശാൻ വേണം, അകക്കണ്ണ് തുറപ്പിക്കാൻ വേണം ഗുരു ബാല്യത്തിലെത്തണം. പുറം കണ്ണ് തുറപ്പിക്കാൻ രാവിലെ അംശുമാൻ വരും എന്ന് പറഞ്ഞൊരു ശ്ലോകം, ഒരു പദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ അജ്ഞാനം മാറ്റിയാലേ നമ്മൾ ഈ അഭിജാതൻ എന്നുള്ള ആ പദവിക്ക് അർഹനാകുകയുള്ളൂ. അത് തന്നെയാണ് തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാലും ഇരുട്ട്, അജ്ഞാനം, അല്ലാണ്ട് പുറത്തുള്ള ഇരുട്ടല്ല. മോഹാന്ധകാരത്തിൽ നിന്നും എന്നെ നേർവഴിയിലേക്ക് നയിക്കുക. അല്ലെങ്കിൽ നേർവഴി ഏതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഇരുട്ടടഞ്ഞ തെറ്റായ വഴി കൂടെ പോയി കുണ്ടിലും കുഴിയിലും ഒക്കെ ചാടി എന്ന് വരും. ദംഭം ദർപ്പം അഭിമാനം ക്രോധം പാരുഷ്യമേവച. അപ്പൊ പരുഷമാകുന്നുണ്ട് നമ്മുടെ വാക്കുകൾ. നമ്മളെക്കാളും അത്ര ഭാഗ്യമില്ലാത്തവരോടല്ലേ പരുഷമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാത്തടത്ത് നമ്മളെ ഒതുങ്ങില്ലേ. അങ്ങനെയുള്ളപ്പോ നമ്മൾ ഓർക്കണം, ഇതാ ആസുര സ്വഭാവം എന്നെ പിടികൂടിയിരിക്കുന്നു, അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് സൂക്ഷിക്കണം. 5-ാമത്തെ ശ്ലോകം. ദൈവീ സമ്പത്ത് വിമോക്ഷായ നിബന്ധായ ആസുരീമത മാ ശുച സമ്പദം ദൈവീം അഭിജാതോ അസി പാണ്ഡവ. അപ്പൊ അത്രയും പറഞ്ഞപ്പോ നമുക്കും തോന്നണില്ലേ ഇതിലേതെങ്കിലും ദോഷമൊക്കെ നമ്മളിൽ ഉണ്ടോ ആവോ? അതുപോലെ അർജുനന്റെ മുഖത്തും ഭഗവാൻ ആ ഒരു ഭാവം കണ്ടു. അങ്ങ് പറഞ്ഞ ഈ 26 ഗുണങ്ങളും എന്നിലുണ്ടോ ആവോ എന്നൊരു തോന്നല് കണ്ടു. അപ്പൊ ഭഗവാൻ പറയാണ്, അർജുന, പാണ്ഡവ, മാ ശുച, നീ വിഷമിക്കൊന്നും വേണ്ട. ദൈവീ സമ്പത്ത് വിമോക്ഷത്തിനാണ്. ദൈവിക ഗുണമുള്ളവർ മോക്ഷത്തിന്റെ പാതയിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ, കുറച്ച് ജന്മങ്ങൾ കഴിയുമ്പോഴേക്കും മോക്ഷം അവർക്ക് എത്തിപ്പിടിക്കാവുന്നതായി മാറും. ഒരിക്കലും അവര് അധപ്പതിക്കില്ല. അത്രയും വിശേഷപ്പെട്ട ഗുണങ്ങളാണ് ഈ ദൈവീ സമ്പത്ത് വഴി അവര് നേടിയിട്ടുള്ളത്. എന്നാൽ നിബന്ധായ ആസുരീമത, ആസുരി സമ്പത്തുള്ള ആൾക്കാരെ ഈ ലോകത്തിൽ തന്നെ ഇട്ടത് ബന്ധിപ്പിക്കുകയാണ് ചെയ്യണത്. മുകളിലേക്ക് കയറാൻ പറ്റില്ല, കഴിവതും താഴോട്ട് അധപ്പതനായിരിക്കും അവരുടെ വഴി. പക്ഷെ മാ ശുച പാണ്ഡവ, അർജുന നീ ദുഃഖിക്കണ്ട.
സമ്പദം ദൈവീം അഭിജാതോ അസി, ദൈവീ സമ്പത്തിൽ തന്നെയാണ് നീ ജനിച്ചിട്ടുള്ളത്, നീ ദൈവീ സമ്പത്തുള്ളവനാണ്, അതുകൊണ്ട് ഒട്ടും വിഷമിക്കണ്ട. 6ാമത്തെ ശ്ലോകം. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്ത ആസുരം പാർത്ഥ മേ ശൃണു. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും, പക്ഷികൾക്കായാലും എല്ലാത്തിനുമുണ്ട് ദൈവിക ഗുണമുള്ളവരും ആസുര ഗുണം ഉള്ളവരും. ലോകേ അസ്മിൻ, ഈ ലോകത്തിൽ, ദ്വൗ, രണ്ട്, ഭൂതസർഗ, രണ്ട് തരത്തിലുള്ള ഭൂതങ്ങളെ ഉള്ളൂ, സൃഷ്ടികളെ ഉള്ളൂ. ദൈവ ആസുര ഏവച, ഇത് രണ്ടും. ദൈവോ വിസ്തരശ പ്രോക്ത, ദൈവിക ഗുണങ്ങളെ പറ്റി ഞാൻ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞുവല്ലോ. ആസുരം പാർത്ഥ മേ ശൃണു, പാർത്ഥ ഇനി ആസുര ഗുണങ്ങളെ കുറിച്ച് ഞാൻ പറയാം, കേട്ടാലും എന്ന് പറഞ്ഞു. 7ാമത്തെ ശ്ലോകം. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുര ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. യാതൊരു നന്മയും ഇല്ലാത്ത ആൾക്കാരാണ് അസുര ഗുണികളായിട്ടുള്ളവര്. അവർക്ക് ശുദ്ധിയില്ല. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുര അസുര, അസുര ഗുണമുള്ളവര് ന വിദു, അറിയുന്നതേ ഇല്ല. പ്രവൃത്തി ഏതാണ്, നിവൃത്തി ഏതാണ്? നിവൃത്തി എന്ന് പറഞ്ഞാല് മോക്ഷത്തിലേക്ക് നയിക്കുന്ന മാർഗം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ തന്നെ കിടന്ന പുനരഭിജനനം എന്ന് പറയുന്ന പോലെ ഇവിടെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങൾ, അത് രണ്ടും വേർതിരിച്ചറിയാനുള്ള കഴിവ് ന വിദു, അവരറിയുന്നില്ല, ഈ ആസുരികളായിട്ടുള്ള ജനങ്ങള്. പ്രവൃത്തിം ച നിവൃത്തിം ച ജന ന വിദു, അസുര സ്വഭാവികൾക്ക് അത് അറിയാൻ സാധിക്കില്ല. കൂടാതെ ന ശൗചം, അവർക്ക് ശുദ്ധി എന്ന് പറയുന്ന വസ്തു ഇല്ല. മനസ്സിൽ പ്രത്യേകിച്ചും മനസ്സില് അപ്പടി കൽമഷം, കാപട്യം നിറഞ്ഞിട്ടുള്ളവരായിരിക്കും അവര്. ആചാരങ്ങളും ഇല്ല. ചെയ്യേണ്ടതൊന്നും സന്ധ്യാസമയത്ത് നാമം ജപിക്കുക, അല്ലെങ്കിൽ എപ്പോഴായാലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് കുറച്ച് പ്രാവശ്യമെങ്കിലും ജപിക്കുക. ഏകാദശി, അങ്ങനെയുള്ള സത്യം പറയുക, അങ്ങനെയുള്ള എത്രയോ നല്ല ഗുണങ്ങൾ ഭഗവാൻ പറഞ്ഞു. ആചാരങ്ങളോ ഈ ദൈവിക സമ്പത്തോ ഒന്നും അവർക്കില്ല. ന സത്യം തേഷു വിദ്യതേ, സത്യസന്ധത പോലും അവർക്കില്ല. ഒരു കാര്യവും ഇല്ലെങ്കിൽ അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളതാണ് ഈ ആസുരി സമ്പത്ത് എന്നറിയുക. കള്ളുകുപ്പി എടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് മതിച്ച് ആഹ്ലാദിക്കുക, രാത്രി വളരെ ലേറ്റ് ആയിട്ട് വീട്ടിലെത്തുക, വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുക, സ്വയം നശിക്കുകയാണെന്ന് അവർ അറിയുന്നില്ല. താഴോട്ട് പോവാണ് ഞാൻ. ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ടും ഞാൻ അതിനെങ്ങനെ കളഞ്ഞു കുളിക്കുകയാണ് എന്നുള്ളത്. ഇപ്പൊ പണിക്കാരുടെ ഒക്കെ കാര്യം നോക്കിയാൽ അറിയാം, അവർക്ക് വൈകുന്നേരം 1000 രൂപയോളം അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. പക്ഷെ വീട്ടിലേക്ക് അവര് കൊടുക്കുന്നില്ല. ചിലപ്പോ ആ ഭാര്യ പാവം പണി എടുത്തു കൊണ്ടുവന്നിട്ട് അവൻ കഞ്ഞി വെക്കുക, ഇവരത് മുഴുവനും കള്ള് ഷാപ്പിൽ കൊണ്ടും കൂട്ടുകാർക്കായിട്ട് ഇങ്ങനെ മതിച്ച് കളയും. എന്താ കാരണം? അവര് ആസുരികന്മാരാണ്. അടുത്ത ജന്മം അവര് നികൃഷ്ടരായിട്ടുള്ള ജീവികളായിട്ട് തല്ലുകൊണ്ട് ജീവിക്കാനാണ് അവരുടെ ഭാവം, അവരുടെ യോഗം അതാണ്. 8ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്രീജ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഞാൻ അറ്റൻഡൻസ് ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പൊ എല്ലാവരും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാനത് അടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുപോലെ ചെയ്താൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് പോരെ? ഇപ്പൊ എല്ലാവരും ചെയ്തോളൂ, അല്ലെങ്കിൽ ചിലപ്പോ എല്ലാവരും ലെഫ്റ്റ് ആയി പോയാലോ. ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ടേ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ക്ലാസ് കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളൂ കേട്ടോ. ലിങ്ക് ചാറ്റ് ബോക്സിൽ ഉണ്ട്. 8ാമത്തെ ശ്ലോകം. അസത്യം അപ്രതിഷ്ഠം ചേ ജഗദാഹൂരനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യത് കാമഹൈതുകം. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്താവായിട്ടൊരു ഈശ്വരനും ഇല്ല എന്നും അവർ പറയുന്നു. ലൈംഗിക അഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉത്പത്തിക്ക് കാരണം എന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ല എന്നും അവർ പറയുന്നു. ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ എന്തുമാത്രം
വ്രതങ്ങളും ശുദ്ധികളും ഒരു അമ്മ ആചരിക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുന്ന ആ സംഭവം മുഴുവനും ഒരു കോശത്തിൽ നിന്നും എങ്ങനെ അതിന് ശിരസ് വരുന്നു, എങ്ങനെ ഹൃദയം വരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവരതൊന്നും സമ്മതിക്കില്ല. അത് ഒരു പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള കാമം, അതിന്റെ ഫലമായിട്ട് കുട്ടി ഉണ്ടാവണമെന്നാണ്. അല്ലാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നവര് പറയും. അതിന് നിയന്താവായിട്ട്, ഈ പ്രപഞ്ചത്തിന് നിയന്താവായിട്ട് ഒരു ഈശ്വരനും ഇല്ല, ഞാൻ മാത്രമാണ് ഈശ്വരൻ. പ്രപഞ്ചം ഉണ്ടായത് ഒരു ഭഗവാന്റെയും കാരണം കൊണ്ടല്ല, ലൈംഗിക അഭിലാഷം കൊണ്ട് കുറെ കുട്ടികൾ ഉണ്ടാവണു, അങ്ങനെ പ്രപഞ്ചം ഉണ്ടാവണു എന്ന് ആ പൊട്ടന്മാരായിട്ടുള്ള ആൾക്കാര് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മയ അധ്യക്ഷേണ പ്രകൃതി. പ്രകൃതിയുടെ കൂടെ ഞാൻ അനുവദിച്ചെങ്കിൽ മാത്രമേ ഒരു ജീവൻ അവിടെ ഉണ്ടാവുള്ളൂ. ചരാചരങ്ങളെ സൂയതെ, പ്രകൃതിയില് ഓരോ ജീവനും ജീവനുള്ളതായിട്ട് മാറണമെങ്കിൽ ഭഗവാന്റെ അനുമതി വേണം. അത് പക്ഷെ ഈ ആസുരി സ്വഭാവികള് സമ്മതിക്കില്ല. അങ്ങനെയൊന്നും ഇല്ല എന്ന് അവര് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് തന്നെ നാശം, അല്ലാണ്ട് എന്താ? അതാണ്, ഒരു ഈശ്വരൻ ഇല്ല എന്നും ലൈംഗിക അഭിലാഷം മാത്രമാണ് ഓരോ ജീവനും ഉണ്ടാവാൻ കാരണമെന്നും കാമമാണ് ഏറ്റവും വലുത് എന്നും അവര് പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഇതൊന്നും അറിയാനുള്ള ഭാഗ്യവും ഇല്ല. അസത്യം അപ്രതിഷ്ഠം തേ, ഒന്നിലും ഉറച്ചിട്ടുള്ളതൊന്നുമല്ല ഈ പ്രപഞ്ചം, അപ്രതിഷ്ഠം. ഇതിന് നിയന്താവായിട്ട് ഒരു ഈശ്വരനും ഇല്ല. ജഗദാഹൂരനീശ്വരം, ഈ ജഗത്തിനെ ആഹു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നാണ്. അനീശ്വരം, ഈശ്വരനൊന്നും ഇല്ല എന്നവർ പറഞ്ഞു നടക്കും. അപരസ്പര സംഭൂതം, ആണും പെണ്ണും ആയിട്ടുള്ള ആ കൂടിക്കാഴ്ച മാത്രമാണ് അതിന് കാരണം. കിം അന്യേ കാമഹൈതുകം, മറ്റൊന്നും കാമമല്ലാതെ മറ്റൊന്നുമില്ല എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. 9ാമത്തെ ശ്ലോകം. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയാ പ്രഭാവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗദോഹിത. ഇങ്ങനെ സ്വയം ഓരോന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആ ആൾക്കാര് സ്വയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അവര് അറിയുന്നില്ല. പാമ്പിന്റെ വായയിൽ പെട്ട തവളയാണ് അല്ലെ, ഏത് നിമിഷം വേണമെങ്കിലും പാമ്പ് അതിനെ വിഴുങ്ങും. അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെയും തവള വായ തുറന്നിട്ട് അതിന്റെ മുന്നിൽ കൂടെ പോണ ശലഭങ്ങളെ പിടിക്കാനായിട്ട് ശ്രമിക്കും. തന്റെ ജീവൻ തന്നെ പാമ്പിന്റെ ഉള്ളിലാണ് എന്നുള്ളത് അത് അറിയണില്ല എന്ന് രാമായണത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിട്ടില്ലേ. അതുപോലെ ഈ കാര്യങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള കുറെ തത്വങ്ങൾ ഉണ്ടാവും അവർക്ക്. അതിനെ പിന്തുടർന്നിട്ട് സ്വയം നഷ്ടപ്പെട്ടു പോവാണ് അവര്. അസുര ബുദ്ധിയാണ് ഇവർക്കുള്ളത്. അവര് ലോകനാശകരങ്ങളായിട്ടുള്ള കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. ഈ തീവ്രവാദം, ബോംബ് ഉണ്ടാക്കുക, രാഷ്ട്രീയം തലയ്ക്ക് പിടിക്കുക, മദ്യം കുടിക്കുക, ചൂത് കളിക്കുക, സ്ത്രീ സേവകൾ ചെയ്യുക, അങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഓർമ്മ വരുള്ളൂ. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ, അവരുടെ ഇങ്ങനെയുള്ള ഈ ദൃഷ്ടിയെയാണ് അവഷ്ടഭ്യം എന്ന് പറഞ്ഞ ആശ്രയം. അവർക്ക് ആശ്രയം അവരുടെ മനസ്സിൽ തോന്നുന്നത് മാത്രമാണ്. ഉഗ്രകർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് വേണം? അങ്ങനെയുള്ളവരെ ദൂരെ നിർത്തണം. അവരുമായിട്ട് ഒരു സംഘത്തിനും പോകരുത്, ഒരു ദുർജനങ്ങളാണ് എന്ന് പറയുന്നു. അവരോട് കൂടിയാല് കൂടിയവരും കൂടി നശിച്ചു പോവും അർജുന. അതുകൊണ്ട് ജാഗരൂകരായിരിക്കണം എല്ലാവരും എന്നാണ്. 10ാമത്, അവർക്കൊക്കെ ശരിക്കും നല്ല ബുദ്ധിയുള്ളവരായിരിക്കും. ഈ തീവ്രവാദികളായിട്ട് എടുക്കുന്നവർക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ടാവും. അങ്ങനെയുള്ളവരെ നോക്കിയിട്ടാണ് അവർ വലയും കൊണ്ട് നടക്കുക, മുകളിലുള്ളവര്. അതുകൊണ്ട് നമ്മള് കുട്ടികളോടൊക്കെ വളരെ ശ്രദ്ധിക്കാൻ പറയണം. 10ാമത്തെ ശ്ലോകം. കാമം ആശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്വിത മോഹാത് ഗൃഹീത്വാ അസത് ഗ്രാഹാൻ പ്രവർത്തന്തേ അശുചി വ്രത. അടക്കാനാവാത്ത കാമം, ദംഭം, ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരായ ആസുര സ്വഭാവികൾ ക്ഷണികമായ കാര്യങ്ങളിൽ ആകൃഷ്ടരായി വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. അതിന് ഉദാഹരണമാണ് ഇവിടെ ദക്ഷ പ്രജാപതിയെ കാണിച്ചിട്ടുള്ളത്. ആരാ ദക്ഷ പ്രജാപതി? ബ്രഹ്മാവിന്റെ മകനാണ്.
വീണ്ടും വീണ്ടും കുട്ടികളെ ജനിപ്പിച്ച് ഈ ലോകത്തില് സൃഷ്ടി നടത്തൂ, ജനങ്ങൾ നിറയട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിൽ നിന്നും കുറച്ച് പ്രജാപതിമാരുണ്ടായി. കശ്യപ പ്രജാപതി, കർദമ പ്രജാപതി, ദക്ഷ പ്രജാപതി എന്നൊക്കെ പറയണ പോലെ. അതില് വളരെ ഐശ്വര്യമുള്ള ആളാണ് ഈ ദക്ഷ പ്രജാപതി. അദ്ദേഹത്തിന്റെ മകളാണ് മഹാദേവന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്ന സതീദേവി. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും തീരെ ഇഷ്ടമല്ല. മഹാദേവനെയൊന്നും തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഒരിക്കൽ കഥ അറിയുണ്ടാവും അല്ലെ, എന്താ ഉണ്ടായത്? ദക്ഷനും പങ്കെടുത്ത വലിയൊരു യാഗം ഉണ്ടായിരുന്നു. ആ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ദക്ഷൻ കടന്നു വരുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ അതിലിരിക്കുന്നുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള യാഗമായിരുന്നു. അവിടേക്ക് നേരെ വൈകിട്ടാണ് ദക്ഷൻ വന്നത് തന്നെ. ആ വരണ സമയത്ത് കുറെ ആൾക്കാര് എഴുന്നേറ്റ്, ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും എഴുന്നേറ്റ് നിന്നില്ല. അപ്പൊ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും പോയി വന്ദിച്ചു. വിഷ്ണു സകല ലോകപാലകനാണ്, എന്നെ കണ്ട എണീച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ബ്രഹ്മാവ് തന്റെ അച്ഛനാണ്, അച്ഛനിപ്പം മോനെ കണ്ട എണീക്കണം എന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പോയി വന്ദിച്ചു. പക്ഷെ മഹാദേവനോട് ക്രോധം തോന്നി. കാരണം എന്താ? അസുര സ്വഭാവിയാണ് അതന്നെ. എന്നിട്ട് മഹാദേവനെ നിന്ദിച്ചു. കണ്ടില്ലേ, എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. മഹാദേവനാണിത്രേ, വേഷം കണ്ടില്ലേ, മേല് പൂശിയിരിക്കുന്നത് ശവഭസ്മമല്ലേ, തലയിൽ ജഡയല്ലേ, അതിന്റെ ഉള്ളില് വേറെ ഒരു ഗംഗയെ ഒളിപ്പിച്ചു വെച്ചിട്ടില്ലേ, കഴുത്തിൽ ആഭരണമാക്കിയിട്ടിട്ടുള്ളത് നാഗങ്ങളെയല്ലേ, കാതില് കമ്മല് നാഗമല്ലേ എന്നൊക്കെ പറഞ്ഞ് വാസം എവിടെയാണ്, ഓരോ കാര്യവും പറഞ്ഞ് എന്റെ മകളുടെ കഷ്ടമാണ് ഇങ്ങനെയുള്ള ഒരാളുടെ പിന്നാലെ പോയത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം അധിക്ഷേപിക്കും. അങ്ങനെ മഹാദേവൻ അവിടുന്ന് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക മാത്രമേ ചെയ്തു. പിന്നെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ദക്ഷൻ ഒരു യാഗം നടത്താൻ, അതിഗംഭീരമായിട്ടുള്ള യാഗം തന്നെ. അതിന് ഒരുപാട് ആൾക്കാരെ ക്ഷണിക്കും. പക്ഷെ സ്വന്തം മകളായിട്ടുള്ള സതിയെ ക്ഷണിക്കില്ല. മഹാദേവൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ഒന്ന് അവഗണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ദക്ഷൻ ക്ഷണിച്ചില്ല. അപ്പൊ മഹാദേവനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ സതി, അവരൊരു സ്ത്രീയല്ലേ, അവര് പറഞ്ഞു, കണ്ടില്ലേ ഇതേ ആകാശത്ത് കൂടെ വിമാനങ്ങളും ഇങ്ങനെ പോണു, എന്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുക്കാൻ ആളുകൾ പോണതാണ്, എനിക്കും പോണം എന്ന് പറയും. അപ്പൊ മഹാദേവൻ പറയും, വേണ്ട സതി, നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ, എന്തിനാണ് വിളിക്കാത്ത സ്ഥലത്തേക്ക് പോണത്? അപ്പൊ സതി പറയും, ഞാൻ പോണത് യാഗം കാണാനോ യാഗത്തിൽ പങ്കെടുക്കാനോ അല്ല, എന്റെ അമ്മയും എന്റെ സഹോദരിമാരെയും ഒക്കെ എനിക്ക് കാണണം, അങ്ങ് കൂടെ വരണം എന്ന് പറയുമ്പോ മഹാദേവൻ പറയും, ഞാൻ വരില്ല, എന്നെ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ സംഭവമല്ലേ, അതുകൊണ്ടെന്നാ അത്ര നിർബന്ധമാണെങ്കിൽ ദേവി പൊക്കോളും, പക്ഷെ എന്റെ സമ്മതത്തോടു കൂടിയല്ല, എനിക്ക് ഇഷ്ടമില്ല പോണത്, വളരെ ദോഷങ്ങൾ ഉണ്ടാകും, പോയാല് പോവേണ്ടിയിരുന്നില്ല എന്ന് തോന്നും, അതുകൊണ്ട് പോവാതിരിക്കണം. ഇനിയിപ്പോ നിർബന്ധമാണ്, എന്റെ അനുവാദം മാത്രം മതി എന്നുണ്ടെങ്കിൽ പൊക്കോളൂ, ഞാൻ സമ്മതിക്കുന്നു, എന്റെ ഭൂതഗണങ്ങളായിട്ടുള്ള നന്ദികേശ്വരനും കൂട്ടരും ഒക്കെ കൂടെ വരും എന്ന് പറഞ്ഞ് അങ്ങനെ സതീദേവി പോയി. അവിടെ പോയപ്പോ സതീദേവിയെ എല്ലാവരും ഇരിക്കുന്ന മണ്ഡപമാണ്, ഓരോരുത്തരെയായിട്ട് ദക്ഷൻ സ്വീകരിച്ച് സന്തോഷിപ്പിക്കും. പക്ഷെ സതിയെ കണ്ടുന്നേ നടിക്കില്ല. അപ്പൊ സതിക്ക് വല്ലാതെ സങ്കടായി. അവിടെ വെച്ചിട്ട് മഹാദേവനെ വീണ്ടും അധിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരാളുടെ കൂടെയല്ലേ ഇവര് താമസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സതി എന്ത് ചെയ്തു? എനിക്ക് ഇനി ജീവിക്കണ്ട, എന്റെ ഭർത്താവ് എന്നെ ഇടയ്ക്ക് ദാക്ഷായണി എന്ന് വിളിക്കും, ദക്ഷപുത്രി എന്ന് ലാളിച്ചുകൊണ്ട് വിളിക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു അച്ഛന്റെ മകളായിട്ട് എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് സ്വന്തം ദേഹത്തിൽ നിന്നും ആ ശക്തിയുള്ളവരാണ് അവരൊക്കെ, പാതിവ്രത്യത്തിന്റെ ശക്തിയുണ്ട്. സതി അവിടെ ദഹിച്ചു പോവാണ്. അപ്പൊ ആ ദക്ഷൻ പറയണത് കേട്ടിട്ട് കുറെ ആൾക്കാരൊക്കെ ചിരിച്ചു. അവരെയൊക്കെ ഈ ശിവഭൂതഗണങ്ങള് വല്ലാതെ അടിച്ചും ഇടിച്ചും ഒക്കെ പല്ല് കൊഴിച്ചു, ചിരിച്ചവരുടെയൊക്കെ പല്ല് കൊഴിച്ചു, കണ്ണ് തുറന്ന് സന്തോഷം പ്രകടിപ്പിച്ചവരുടെ കണ്ണൊക്കെ ചൂഴ്ന്നെടുത്തു, ദക്ഷന്റെ തല വെട്ടി, അങ്ങനെ വല്ലാതെ അവിടെ ഒക്കെ അലങ്കോലപ്പെടുത്തി. ദക്ഷയാഗം കഴിഞ്ഞ സ്ഥലം പോലെ ഉണ്ടല്ലോ എന്ന് പറയില്ലേ, അതേപോലെ അലങ്കോലപ്പെടുത്തി ആ യാഗശാല ശിവഭൂതഗണങ്ങള്
അവസാനം ദക്ഷന് തിരിച്ചറിവുണ്ടായി. അപ്പം ആടിന്റെ തല വെച്ചു കൊടുത്തു. അങ്ങനെ ആ ആടിന്റെ തല വെച്ചിട്ടുള്ള ദക്ഷൻ മഹാദേവനെ സ്തുതിച്ചു. അവസാനം മഹാദേവൻ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. അതെന്താ കാരണം? വലിയ ജന്മം, ഭഗവാൻ പറഞ്ഞില്ലേ അഭിജാതനാണ്, എന്നിട്ട് പോലും ആ ആസുര സ്വഭാവത്തിന്റെ പിന്നാലെ പോയതാണ് ദക്ഷ പ്രജാപതിക്ക് വന്നിട്ടുള്ള ദോഷം. അതുപോലെ താഴ്ന്ന നിലയിലാണെങ്കിലും എത്രയോ ആൾക്കാർ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. പ്രവൃത്തിം ച നിവൃത്തിം ച അതൊക്കെ പറഞ്ഞില്ല. 11ാമത്തെ ശ്ലോകാണ്. ചിന്താ അപരിമേയാം ച പ്രളയാന്തം ഉപാശ്രിത കാമോപഭോഗ പരമാ ഏതാവത് ഇതി നിശ്ചയ. മരണകാലം വരെ നീണ്ടു നിൽക്കുന്ന അനേകം ചിന്തകളെ അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഒന്നും നടക്കുമെന്നൊന്നും അറിയില്ല, ഒക്കെ എന്റെ കഴിവാണ് എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ ലൗകികമായിട്ടുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നേടാൻ എന്തു വന്നാലും ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് മാക്സിമം ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര്. പക്ഷെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോ അവര് തളരും. ഇവിടെ ഇതായി ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് കംസൻ ആണ്. വളരെ സ്നേഹത്തോടു കൂടിയാണ് വസുദേവനും ദേവകിയും കൊണ്ടുപോയിരുന്നത്. പക്ഷെ അനിഷ്ടകരമായ ഒരു വാക്ക് കേട്ടതും യഥാർത്ഥത്തിലുള്ള സ്വഭാവം പുറത്തേക്ക് വന്നു. സ്വന്തം സഹോദരിയെ വെട്ടിക്കൊല്ലാൻ തുടങ്ങി. അതൊക്കെ എല്ലാവർക്കും അറിയാലോ. അതാണ് ഈ ആസുര സമ്പത്തുള്ളവരുടെ കാര്യം. ഇന്ദ്രിയ സന്തർപ്പണമാണ് മാനുഷിക സംസ്കാരത്തിന്റെ പ്രധാന ആവശ്യം. ഇന്ദ്രിയങ്ങളെ 10 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ സന്തോഷിപ്പിക്കാം, അത് മാത്രമാണ് വഴി. പക്ഷെ നമ്മൾ കണ്ടതല്ലേ ഈ ആമ്പാറ്റ ഇന്ദ്രിയത്തിനെ സന്തോഷിപ്പിക്കാൻ, കണ്ണിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോയിട്ട് തീയിൽ ചാടും. മത്സ്യത്തിന്റെ പൂർവ്വ ആൾക്കാർക്കൊക്കെ വിധി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ ചൂണ്ടയമ്പിൽ കൊത്തിയിട്ട് ജീവൻ പോണ കാര്യം. പക്ഷെ അവര് പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊരു സ്വാദുള്ള ഇരയാണ് കിടന്ന് കളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിൽ പോയി വീണ്ടും കൊളുത്തും. നാക്കിന്റെ രുചി നിയന്ത്രിക്കാൻ പറ്റാത്തവര് അങ്ങനെയാണ്. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് അവർ കരുതുന്നു. അല്ലാതെ സത്കർമ്മങ്ങൾ ചെയ്യണം, ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല, ഇതൊരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ് എന്നൊന്നും പറഞ്ഞ അവര് കേൾക്കില്ല. ജീവിത അവസാനം വരെയും എന്തുണ്ടാവും? അവർക്ക് ഭയങ്കര സങ്കടം മാത്രം. എപ്പോഴും പോരാ പോരാ എന്നുള്ള ആ ഒരു വിചാരമായിരിക്കും അവർക്കുണ്ടാവുക. അനേകായിരം ആഗ്രഹങ്ങളുടെ വലയാണത്. വല നമ്മളെ പിടിച്ചു മുറുക്കും. കാമക്രോധങ്ങൾക്ക് അധീനരായി അന്യായമായിട്ട് ധനം സമ്പാദിക്കുക എന്നുള്ള ഒറ്റ വിചാരേ ഉണ്ടാവുള്ളൂ. അവസാനം അന്ന് പറഞ്ഞ കഥയിലെ പോലെ വക്ക് പൊട്ടിയ ഒരു സൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല, എന്താ വസ്ത്രം പോലും കൊണ്ടുപോകാൻ പറ്റില്ല, ചത്തുപോകുന്നേരം പൂന്താനം എഴുതിയില്ലേ, വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും. എന്തിനാ വസ്ത്രത്തിന്റെ കാര്യം പറയണ? ശരീരം കൊണ്ടുപോകാൻ പറ്റും, ഒന്നും സാധിക്കില്ല എന്നുള്ളത് അവർ അറിയുന്നതേ ഇല്ലല്ലോ. 13-12 ആശാപാശതൈർബദ്ധ കാമക്രോധപരായണ ഈഹന്തേ കാമഭോഗാർത്ഥം അന്യായേന അർത്ഥസഞ്ചയാൻ. സഞ്ചയൻ എന്ന് പറഞ്ഞാൽ കൂട്ടുക, അർത്ഥം ധനം കൂട്ടണം എന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം. ആശാപാശതൈർബദ്ധ 100 ആശകൾ വന്നു കഴിയുമ്പോ വന്നു. ഓണം കഴിഞ്ഞു, വിഷു എന്നും വന്നില്ലല്ലോ, തിരുവാതിര എന്നും, അങ്ങനെ സദ്യ വേണം, അങ്ങനെയുള്ള ഓരോ ആശകളാൽ ബദ്ധരാണ് അവര്. കാമക്രോധപരായണ, കാമവും ക്രോധവും ആണ് അവരുടെ ഏറ്റവും വലിയ ആയുധങ്ങൾ. ഈഹന്തേ എന്ന് പറഞ്ഞാൽ അവരതിൽ പെട്ടുപോകുന്നു. കാമഭോഗാർത്ഥം, അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണം എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അന്യായേന അർത്ഥസഞ്ചയാൻ, അന്യായമായിട്ട് അർത്ഥം കൂട്ടിവെക്കുകയാണ് അവർ ചെയ്യുന്നത്. പ്രഭുപാദർ എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യായമായ വഴിയിൽ കൂടി, ന്യായേന മാർഗേണ വേണം അർത്ഥം ഇപ്പം ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് ന്യായമായ മാർഗം തന്നെയാണ്. എന്തെങ്കിലും ജോലി എടുത്തിട്ടോ അല്ലെങ്കിൽ പൂർവിക സമ്പത്തോ അതൊക്കെ ന്യായമാണ്. പക്ഷെ
അത് ദാനം ചെയ്യണം. അവനവനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ദാനം ചെയ്യണം. ഇവര് പക്ഷെ അങ്ങനെയൊന്നും ചെയ്യില്ല. 13ാമത്തെ ശ്ലോകം. ഇതമദ്യമയാ ലബ്ധം ഇതം പ്രാപ്സ്യേ മനോരഥം ഇതം അസ്തി അഭിമേ ഭവിഷ്യതി പുനർധനം. അവര് ഓരോ കാര്യവും ഇപ്പൊ വീട്ടിലത്തെ ഇത്രയും പറമ്പുണ്ട് എനിക്ക്, നല്ല ഭംഗിയുള്ള 4 വീടുണ്ട് എനിക്ക്, ഫ്ലാറ്റ് ഉണ്ട്, ഇനിയും ഇതം പ്രാപ്സ്യ, ഇതൊക്കെ ഞാൻ നേടിക്കഴിഞ്ഞു, ഇനിയും എനിക്ക് മനോരഥങ്ങൾ കുറേ ഉണ്ട്, ഇനി ഒരു വിമാനം വാങ്ങണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ആഗ്രഹങ്ങൾ ഇനിയും എനിക്കുണ്ട്. ഇതം അസ്തീതപിമേ, അതും ഒക്കെ ഞാൻ നേടും. ഭവിഷ്യതി പുനർധനം, ഇനിയും അതിനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ കൂടുതൽ ധനം സമ്പാദിച്ചു വെക്കേണ്ടതുണ്ട്, എനിക്ക് ഇരിക്കാൻ നേരമില്ല, എനിക്ക് സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ 2 കിളിയുടെ കാര്യം പഠിച്ചില്ലേ? ശാന്തമായിട്ട് ഇരിക്കേണ്ടതാണ്. അതിന് പകരം ഒരു പഴം കുറച്ച് കൊത്തും, വേറെ പഴത്തുമ്പിലേക്ക് ചാടും, അങ്ങനെയുള്ള അതുപോലെ സ്വസ്ഥതയില്ലാതെയാണ് അവർ ജീവിക്കുന്നത്. ആര്? അസുര സമ്പത്തുള്ള ആൾക്കാർ, അസുര സ്വഭാവികൾ. 14ാമത്തെ ശ്ലോകം. അസൗ മയാ ഹതശത്രുർഹനിഷ്യേ ച അപരാനപി ഈശ്വരോ അഹം അഹം ഭോഗി സിദ്ധോ അഹം ബലവാൻ സുഖി. ഞാൻ ആരാന്ന വിചാരം? ഈശ്വരോ അഹം, ഞാനാണ് ഈശ്വരൻ. ഹിരണ്യകശിപു അങ്ങനെ പറഞ്ഞില്ലേ, ഹിരണ്യായ നമഃ എന്ന് ജപിക്കൂ എന്ന് പറഞ്ഞു. വിഷ്ണുവിനെ ഒന്നും ജപിക്കരുത്, നാരായണ എന്ന് കേട്ടാല് ഞാൻ അവരെ കൊല്ലും, അതുകൊണ്ട് ഹിരണ്യായ നമഃ എന്ന് ജപിക്കൂ എന്ന് പറഞ്ഞ ആളാണ് ഈ ഹിരണ്യകശിപു. ആ ആളെയാണ് പ്രഹ്ലാദൻ മാറ്റി സ്വർഗലോകത്തേക്ക് കിട്ടാൻ പുണ്യവാനായിട്ടുള്ള ആ ഒരു കുട്ടി ഉണ്ടായി അദ്ദേഹത്തിന്. അതെങ്ങനെയാ കാരണം? വയറിന്റെ ഉള്ളിലിരിക്കുമ്പോ തന്നെ സത്സംഗം ഉണ്ടായതുകൊണ്ടാണ്, നാരദ മഹർഷിയുമായിട്ട് ബന്ധം ഉണ്ടായതുകൊണ്ടാണ്. കയാധു, പ്രഹ്ലാദന്റെ അമ്മ ക്ഷീണിച്ച് പലപ്പോഴും ഉറങ്ങിയെങ്കിലും വയറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള ആ കുഞ്ഞ് അതൊരു അസുര കുട്ടിയാണ്, അസുര രാജാവിന്റെ കുട്ടിയാണ്. അപ്പം ഇന്ദ്രൻ അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. ഹിരണ്യകശിപു തന്നെ ഇങ്ങനെ, നീ അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടായ എന്താവും സ്ഥിതി എന്ന് വിചാരിച്ചിട്ടാണ് കയാധുവിനെ പിടിച്ചുകൊണ്ട് പോയത്. പക്ഷെ നാരദ മഹർഷി പറഞ്ഞു, ഞാൻ ശരിയാക്കിക്കൊള്ളാം, ഇത് വിഷ്ണു ഭക്തനായിട്ടുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നാരദരുടെ സംരക്ഷണയിൽ കയാധുവിനെ സൂക്ഷിച്ചത്. അപ്പോഴാണ് ഭഗവത് ധർമ്മങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും വയറിന്റെ ഉള്ളിലിരുന്ന കുഞ്ഞ് പ്രഹ്ലാദൻ കുട്ടി അതൊക്കെ കേട്ടതും ജനിച്ചു വന്ന് അറിയുന്ന പ്രായമായപ്പോ തന്റെ ചുറ്റുമുള്ള അസുര കുട്ടികളെയാണ് മാറ്റിയെടുത്തത്. പ്രഹ്ലാദ, നീ പറയുന്ന കഥ കേൾക്കാൻ എന്താ സുഖം എന്ന് പറഞ്ഞത് ആരാണ്? അസുര കുട്ടികൾ. അങ്ങനെയുള്ള യാതൊരു കാര്യവും കേൾക്കാത്ത, എല്ലാ തെറ്റായ കാര്യങ്ങളും നടത്തുന്ന വീടുകളിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അത്രയും വശ്യതയാണ് ആ നാമത്തിന്. അവസാനം നരസിംഹമായി വന്ന് ഹിരണ്യകശിപുവിനെ വധിച്ചപ്പോഴും പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടത് എന്താ? എന്റെ പിതാവിനോട് ക്ഷമിക്കണം എന്നാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞത് എന്താണ്? പ്രഹ്ലാദ, ഇങ്ങനെ നിന്നെ പോലെ ഇത്രയേറെ ഭക്തിശാലിയായ ഒരു കുട്ടി ജനിച്ചിട്ടുള്ള ആ കുലം 21 തലമുറ വരെ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്റെ അച്ഛനും ഇതാ പുണ്യലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ചെറുപ്പത്തിൽ തന്നെ ദൈവികമായ സ്വഭാവങ്ങള് കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ അവരിങ്ങനെയുള്ള സ്വഭാവം കണ്ട് വളരരുത്. ഞാൻ ആണ് ഏറ്റവും വലിയ ഈശ്വരൻ, ആഢ്യോ അഭിജാനവാൻ അസ്മി, ഞാനാണ് ഏറ്റവും വലിയ ഈശ്വരൻ, ഞാൻ കുറെ ശത്രുക്കളെയൊക്കെ കൊന്നു ഇല്ലാതാക്കി, ഇനിയും എനിക്ക് കുറെ ശത്രുക്കളുണ്ട്, അവരെയും എനിക്ക് കൊല്ലണം. അങ്ങനെയുള്ള കൊല്ലണം എന്ന് വെച്ചാൽ ഇല്ലാതാക്കണം എന്നുള്ള. ഈശ്വരോ അഹം അഹം ഭോഗി, ഞാനാണ് സകലതും ആസ്വദിക്കാൻ അർഹതയുള്ള ആള്, അതിനു വേണ്ടിയിട്ട് ഞാൻ കുറെ ധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ആർക്കും കൊടുക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാര് അവർക്ക് യാതൊരു സുഖവും ഇല്ല. അവര് പറഞ്ഞുകൊണ്ട് നടക്കും എനിക്ക് നല്ല സുഖമാണ്, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് വിഷമായിരിക്കും. എത്ര കോടീശ്വരന്മാര് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ തന്നെയുണ്ട്, പിശുക്കനായിട്ടുള്ള ആൾ അവസാനം എല്ലാവരും ആട്ടിപ്പുറത്താക്കുമ്പോ പുറത്തു പോയിരുന്നിട്ട് ഭിക്ഷ എടുത്തുകൊണ്ട് പറയും, മനമേവ മനുഷ്യാണാം ബന്ധനം കാമം മോക്ഷയോ എന്ന് പറയും. സുഖത്തിനും ദുഃഖത്തിനും കാരണം മനസ്സ് തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇവിടെ നമുക്ക് ആലോചിക്കാം.
15 ആഢ്യോ അഭിജാനവാനസ്മി കോന്യോ അസ്തി സദൃശോ മയാ. വായിക്കുമ്പോ തന്നെ അറിയാലോ ആരാണുള്ളത് എനിക്ക് സദൃശനായിട്ട്, എന്നോളം ശക്തിമാനും ഭാഗ്യവാനും ധനവാനും സന്തോഷവാനും ഇത്രയധികം ജനസമ്മതിയുള്ള ആളുമായിട്ട് ആരാണ് ഉള്ളത്? ഞാൻ കുറെ ദാനം ചെയ്യുന്നുണ്ട്, ഞാൻ കുറെ യാഗങ്ങളൊക്കെ ചെയ്യും എന്തൊക്കെ ഓർത്തിട്ട് അവര് അജ്ഞാനം കൊണ്ട് മോഹിതരാവും. ഇവര് ദാനം ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയായിരിക്കും അത്? കുറച്ച് എന്തെങ്കിലും കൊടുക്കും, അതിന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിലിടും, അല്ലെങ്കിൽ 4 ആളെ വിളിച്ചു വരുത്തിയിട്ട് അവനവന്റെ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഞാൻ വലുതാണ് എന്നുള്ളതായിരിക്കും അവരുടെ വിചാരം. 16ാമത്തെ ശ്ലോകം. അനേക ചിത്ത വിഭ്രാന്ത മോഹജാല സമാവൃത പ്രസക്ത കാമഭോഗേഷു പതന്തി നരകേ അശുചൗ. അങ്ങനെയുള്ളവര് മലിനമായ നരകത്തിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. മുൻജന്മ പുണ്യമാണ് ഇപ്പൊ അനുഭവിക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല. മുൻപത്തെ ജന്മത്തിൽ എന്തോ കാരണം കൊണ്ട് അവര് കുറച്ച് നാമമൊക്കെ ജപിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അവരിപ്പോ ഒരു നല്ല വീട്ടിൽ ജനിച്ചു. പക്ഷെ അവിടെ നിന്ന് നല്ല വഴിക്ക് പോവാൻ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചീത്ത കൂട്ടുകെട്ടും ഒക്കെ ആയിട്ട് അവര് പോയത് വേണ്ടാത്ത വഴി കൂടിയാണ്. അങ്ങനെ അവർക്ക് പണ്ടത്തെ ജന്മത്തിലെ പുണ്യാണ് ഞാനിവിടെ അനുഭവിക്കുന്നത് എന്നൊന്നുമുള്ള അറിവുണ്ടാവില്ല. എനിക്ക് അർഹതപ്പെട്ടതാണ് ഇതൊക്കെ എന്ന് വിചാരിച്ചിട്ട് പരസ്പരം വിദ്വേഷിക്കും. അങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ പോലും ഒരു ധനവാൻ മറ്റുള്ള ധനവാനെ അസൂയോടുകൂടി ആയിരിക്കും നോക്കുക. അങ്ങനെ വിദ്വേഷത്തോടുകൂടി അവര് മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടാണ്. നമുക്കൊക്കെ മറ്റുള്ളവര് നമ്മൾ കാരണം വിഷമിക്കരുത് എന്ന് ആഗ്രഹം ഉണ്ടാവും. അവർക്ക് അവരൊരു സാഡിസം എന്ന് പറയില്ലേ, അവര് വിഷമിക്കട്ടെ, അവര് വിഷമിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും എന്ന് അവര് വിചാരിച്ചുകൊണ്ടിരിക്കും. രാവണൻ പണ്ട് സ്വർഗത്തേക്കൊരു സോപാനം കെട്ടാൻ ശ്രമിച്ചു ഇത്രേ. തൻ്റെ ധനം കൊണ്ട്, തൻ്റെ സമ്പത്ത് കൊണ്ട്, കഴിവ് കൊണ്ട്, ആൾക്കാര് പിന്നാലെ ഉള്ളത് കൊണ്ട് പടിയായിട്ട് ഇങ്ങനെ പണിത് ആകാശത്തേക്ക് ഒരു പടി. അപ്പൊ പിന്നെ എനിക്ക് ഒന്നിന്റെ ആവശ്യമില്ല, ഞാൻ ഇഷ്ടമുള്ളപ്പോ കയറിപ്പോന്ന് വിചാരിച്ചു. പക്ഷെ അത് സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? പതന്തി നരകേ അശുചൗ. മലിനമായിട്ടുള്ള നരകത്തിൽ അവർ വീഴുന്നു. നല്ലത് പറഞ്ഞു കൊടുത്താലും അവർ കേൾക്കില്ല. ചിത്രത്തിൽ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് ശിശുപാലന്റെ കഥ. ശിശുപാലനോട് എത്രയോ പ്രാവശ്യം എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ കൃഷ്ണനോട് വിരോധം ഉണ്ടാവല്ലേ, അത് നിനക്ക് തന്നെ നാശത്തിനാണ് എന്ന് പറഞ്ഞാലൊന്നും കേൾക്കില്ല. ആ കൃഷ്ണനോ, ആ ഇടയച്ചെറുക്കൻ, അവൻ എന്റെ ബന്ധുവാണ്, എന്റെ അത്രയൊന്നും ധനമില്ല അവന്, ഞാൻ രാജാവാണ്. അങ്ങനെ പറഞ്ഞിട്ട് എന്തുണ്ടായി? അവസാനം കൃഷ്ണൻ പറഞ്ഞു, ഇതാ 99ആയി, 100ആയി, ഇനി ഒരു പ്രാവശ്യം കൂടി ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാല് നിന്നെ ഞാൻ വധിക്കും. അപ്പൊ വീണ്ടും അതന്നെ. അങ്ങനെയാണ് ചക്രായുധം കൊണ്ട് ആ രാജസൂയ വേദിയിൽ വെച്ചിട്ട് ശിശുപാലനെ ഭഗവാൻ വധിക്കുന്നത്. 17ാമത്തെ ശ്ലോകം. ആത്മസംഭാവിത സ്തബ്ധ ധനമാനമദാന്വിത യജന്തേ നാമയജ്ഞൈസ്തേ ദംഭേന അവിധിപൂർവകം. ആ വിധിപൂർവകാണ് അവർ ചെയ്യുക. വേണ്ടതുപോലെയുള്ള ആചാരങ്ങളോ വിധിയോ ഒന്നും അവര് നോക്കില്ല. വിധി എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെയുള്ള വിധികൾ അവർക്ക് തോന്നണ പോലെയാണ് അവർ ചെയ്യുക. രാവണൻ തന്നെ തപസ് ചെയ്യുമ്പോൾ തല വെട്ടി ഹോമിക്കാൻ പോലും ശ്രമിച്ചു എന്നാണ്. കാര്യം നടക്കണം. അവരത്ര കടും പിടുത്തക്കാരായിരിക്കും. സ്വയം സംതൃപ്തരായി സമ്പത്ത്, ദുരഭിമാനം ഇവയാൽ വ്യാമോഹിതരായി അയ്യോ ഇനി ഇവിടെ നിന്ന് തിരിച്ചു ചെന്ന ആളുകള് എന്ത് പറയും എന്നുള്ള വിചാരത്തോടുകൂടി, ആളുകൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അവരുടെ കയ്യിലല്ലല്ലോ നമ്മളുടെ സന്തോഷം എന്നൊന്നും അവരാലോചിക്കില്ല. വ്യാമോഹിതരായിട്ട് അഹങ്കാരത്തോടെ വൈദിക വിധികളൊന്നും, അതാണ് അവിധി പൂർവകം. അങ്ങനെ അവര് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ യജ്ഞം പോലെയൊക്കെ കാണിച്ചു കൂട്ടും. അതെന്തിനാ? അവർക്ക് വലിയ പേരെടുക്കാൻ മാത്രമാണ്. ശാസ്ത്രവിഹിതം അല്ലാത്ത കാര്യങ്ങളാണ് അവര് ചെയ്യുക. രാമായണത്തിൽ ഒരു ശംഭൂകന്റെ കഥയുണ്ട്. ഇതുപോലെ തന്നെ ശ്രീരാമൻ ഭരിക്കുകയാണ്.
അപ്പൊ രാമരാജ്യത്തില് യാതൊരു വിഷമവും ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്ക് അസുഖം വരില്ല, പ്രായമാവാതെ ആളുകൾ മരിക്കില്ല, എല്ലാ സ്ഥലത്തും വേണ്ടതുപോലെ മഴ ലഭിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കാണുന്ന ഈ കൊടും ചൂടില്ല, അതൊന്നും അവിടെ ഉണ്ടാവില്ല. പ്രകൃതിയൊക്കെ വളരെ സന്തുഷ്ടയായിരിക്കും. ധാരാളം പഴങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ചില സ്ഥലത്ത് ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീരാമൻ അന്വേഷിച്ചു, എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്തോ ഒരു ദുഷ്പ്രവൃത്തി ആരോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് തന്റെ ചാരന്മാരെ വിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഒരു അസുരൻ തപസ് ചെയ്യാണ്. അയാള് എങ്ങനെയാ തപസ് ചെയ്യണത്? വേണ്ടതുപോലെ ഒരു നദീതീരത്തോ ഭംഗിയുള്ള സ്ഥലത്തോ ഇരുന്ന് കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആ തപസ്സിന് പകരം തല കീഴായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങിയിട്ട് താഴെ അഗ്നി കൂട്ടിയിട്ട് അങ്ങനെ ഭയങ്കര കഷ്ടമായിട്ടുള്ള തപസ്സാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവര് അഥവാ ബ്രഹ്മാവ് അങ്ങനെയുള്ളവർക്ക് പ്രത്യക്ഷപ്പെടുകയും വരം നൽകുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന് ഇട വന്നാൽ ഹിരണ്യകശിപു അങ്ങനെയായിട്ട് ഭഗവാൻ അവതരിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ ഇനിയും പറ്റില്ല, അതിന് നാടിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ശംഭൂകനെ ശ്രീരാമൻ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ആസുര ബുദ്ധി ആവരുത് എന്ന് പറയുന്നത്. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത മമ ആത്മ പരദേഹേഷു പ്രദ്വിഷന്തോ അഭ്യസൂയക. അവരെന്ത് ചെയ്യും? അഹംഭാവം, ബലം, ദർപ്പം, എനിക്ക് തുല്യമായിട്ട് ആരുമില്ല എന്നുള്ള ആ ഭാവം, ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ മാത്രം നേടാം, ക്രോധം, അതുകൊണ്ട് മുൻപ് പറഞ്ഞ ആ ആസുര ഗുണങ്ങൾ തന്നെ, അതിൽ മുങ്ങിയിട്ട് മമ ആത്മ പരദേഹേഷു പ്രദ്വിഷന്ത, നമ്മളിലും മറ്റുള്ളവരിലും ഒരേ ഭഗവാനാണ് എന്ന കാര്യം അവര് ആലോചിക്കേയില്ല. തനിക്ക് അനുകൂലമല്ലാത്ത ഒരു ഭാവം ആരെങ്കിലും കാണിച്ചോ അവരെ നശിപ്പിക്കാൻ എന്തു മാർഗവും അവര്, നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ, അതുപോലെ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസഹിഷ്ണുത അവരുടെ സ്വഭാവമാണ്. അവരെപ്പോഴും മറ്റുള്ളവരില് സ്ഥിതി ചെയ്യുന്ന എന്നെയാണ് വിഷമിപ്പിക്കുന്നത് എന്ന് എപ്പോഴും ഭഗവാൻ പറയുന്നുണ്ട്. സമസൃഷ്ടി സ്നേഹം വേണം, സകലവരിലും എന്നെ കാണണം എന്ന് പറയും. പക്ഷേ അത് ചെയ്യാതെ പരസ്പര വിദ്വേഷം കാണിച്ചാൽ ആവശ്യമില്ലാതെ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെ വരാൻ അനുവദിക്കാതിരിക്കുക. ഭക്ഷണ സാധനങ്ങൾ, ശർക്കര, അതൊന്നും അവിടെ ഇവിടെ വീഴാതെ ശ്രദ്ധിക്കുക. വന്നതിന് ശേഷം അതിനെ പിടിച്ചു കൊല്ലാൻ പാപമാണ് ചെയ്യുന്നത്. കാരണം എന്താ? അതിന്റെ ഉള്ളിലും ആ ജീവശക്തിയായിട്ട് അണുമാത്രമായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ അശ്രദ്ധ മൂലം ഉണ്ടാക്കിയ കാര്യം ചെയ്തിട്ട് അവരെ കൊല്ലണത് തെറ്റാണ്, അതിന് നമുക്ക് ശിക്ഷ കിട്ടും. അങ്ങനെ ചെയ്യരുത്. മമ ആത്മാ പരദേഹേഷു, എന്നിലും മറ്റുള്ളവരിലും ഉള്ളത് ഒരേ ഒരു ഭഗവാനാണ് എന്നൊന്നും അവർ വിചാരിക്കില്ല. പരസ്പരം ദ്വേഷിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല അഭ്യസൂയക, അസൂയക്കാരാണ് അവര്. അതുകൊണ്ട് തന്നെ അവർക്ക് ദോഷമാണ് വരിക. 19ാമത്തെ ശ്ലോകം. താൻ അഹം ദ്വിഷദ ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമി അജസ്രം അശുഭാൻ ആസുരീഷ്വേവ യോനിഷു. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ നരാധമന്മാരും അശുഭന്മാരുമായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും മോക്ഷമാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യമില്ല. അവര് വീണ്ടും വീണ്ടും താഴോട്ട് പോയിട്ട് അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനിലേക്ക് എത്തലാണ് ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. അതിന് നമ്മൾ എത്രയോ നീചജന്മങ്ങൾ കഴിഞ്ഞിട്ട് മനുഷ്യനായി വന്നിരിക്കുകയാണ് എന്നുള്ള വിചാരമൊന്നും അവർക്കില്ല. അവര് ഏറ്റവും അധികം മറ്റുള്ളവരെ വേദനിപ്പിച്ചും വിഷമിപ്പിച്ചിട്ടും നരാധമന്മാരായിട്ടും ക്രൂരന്മാരായിട്ടും ദേഷ്യം മാത്രം ഉള്ളവരായിട്ടും ദുർബുദ്ധികളുമായിട്ടും എന്തുണ്ടാകും? മരിക്കുന്ന സമയത്ത് അവരെ അസുരയോനികളിൽ ഞാൻ ജനിപ്പിക്കും. ഭഗവാൻ വേണ്ടിയിട്ടല്ല, ഭഗവാന് ദേഷ്യം വന്നിട്ടല്ല, അവരുടെ കർമ്മഫലം അനുഭവിക്കാൻ അതേ യോഗമുള്ളൂ. നമ്മളുടെ ഒരു ആളുണ്ടല്ലോ, ഒരു സ്വാമി ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി, ചട്ടമ്പി സ്വാമികളുടെ
ആ കാലത്ത് ഒരു സംഭവം ഉണ്ടായില്ലോ, അദ്ദേഹത്തിന് വലിയ ആളാണ്, അതിബുദ്ധിമാനാണ്, എന്നാൽ തനിക്ക് ശോഭിക്കണം എന്നുള്ള ആഗ്രഹേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചട്ടമ്പി സ്വാമികളെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പ്രഭാഷണത്തിനും അല്ലെങ്കിൽ സദ്യ കൊടുക്കാനും ഒക്കെ ക്ഷണിക്കും. അങ്ങനെ ഒരിക്കൽ ക്ഷണിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, എന്റെ കൂടെ 10 അനുയായികളും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ, ഇത് വലിയൊരു ഇൻകം ടാക്സ് ഓഫീസറുടെ വീടാണ്. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, അത് നല്ല സന്തോഷല്ലേ. മനസ്സിൽ വിചാരിച്ചു, എന്റെ ഗമ ഇവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു അതിഗംഭീരായിട്ട് പന്തലൊക്കെ ഇട്ട് സ്വാമിജി, ഈ ചട്ടമ്പി സ്വാമിക്കും മറ്റ് 10 കൂടെ വരുന്നു പറഞ്ഞ ആൾക്കാർക്കും ഒക്കെ പ്രത്യേക ഇരിപ്പിടം ഒക്കെ ഒരുക്കി. എന്നൊക്കെ നിലല്ലേ, നിലത്തിൽ നല്ല ഭംഗിയുള്ള വിരിയൊക്കെ വിരിച്ച് കാത്തിരിക്കുകയാണ്. സമയമായപ്പോ ചട്ടമ്പി സ്വാമികൾ അവിടെ എത്തി. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എവിടെ ബാക്കിയുള്ളവരൊക്കെ? ഇപ്പൊ വരും, വന്നിട്ടുണ്ട്, പുറത്തുണ്ട്. എന്നിട്ട് പന്തലിന്റെ വാതിലിന്റെ അവിടെ പോയിട്ട്, വന്നോളൂ വന്നോളൂ, ഇലയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ വളരെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി 10 പേര് വന്നു. ആരായിരുന്നു? 10 നായ്ക്കള് ആയിരുന്നു. അവര് വന്ന് ഈ ഇലയുടെ മുന്നിലിരുന്ന് ഊണ് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കഴിച്ചു, ഇലയൊക്കെ നക്കി തുടച്ചു. അപ്പൊ ചട്ടമ്പി സ്വാമികൾ ഇവരോട് പറഞ്ഞു, പൊക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോയി. അപ്പൊ ഈ ചട്ടമ്പി സ്വാമികള് ഈ ഇൻകം ടാക്സ് ഓഫീസറോട് പറഞ്ഞു, കണ്ടോ, ഇവരൊക്കെ ആരായിരുന്നു അറിയോ? കഴിഞ്ഞ ജന്മത്തില് ടാക്സ് വെട്ടിക്കാൻ സഹായിച്ചിട്ടുള്ള ഓഫീസർമാരായിരുന്നു ഇവര്. അതാണ് പറഞ്ഞത്, ക്രൂരമായ കർമ്മങ്ങൾ ചെയ്താൽ, സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ, ഭഗവാൻ തന്നെ ഉള്ളിലിരിക്കുന്ന മറ്റ് സഹോദരങ്ങളെ വിഷമിപ്പിച്ചാൽ അധമ യോനികളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് ഓർക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആസുരീഷുവേവ യോനിഷു, അങ്ങനെയുള്ള നരാധമന്മാര് മോശമായിട്ടുള്ള നീചമായിട്ടുള്ള ജന്മങ്ങളിലേക്ക് പോവാണ്. പിന്നെ അവർക്കൊരു മനുഷ്യ ജന്മം കിട്ടാനും ബോധപൂർവം ഭഗവാനിലേക്ക് എത്താനും എത്ര കാലം കാത്തിരിക്കണം? അതിൻ്റെ ഉള്ളിൽ കിടന്ന ആ ആത്മാവ് പെടഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും അവർ കേൾക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ താല്പര്യപ്പെടുകയേ ഇല്ല. 20ാമത്തെ ശ്ലോകം. ആസുരീം യോനിമാപന്നാ മൂഢാ ജന്മനി ജന്മനി മാം അപ്രാപ്യൈവ കൗന്ദേയ തതോ യാന്ത്യ അധമാം ഗതിം. ഇങ്ങനെ അവര് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആസുര ജീവഗണങ്ങളിൽ അനേകം തവണ ജന്മം എടുക്കേണ്ടി വരും അവർക്ക്. ഒരിക്കലും അവർ എൻ്റെ അടുത്ത് എത്താൻ ശ്രമിക്കില്ല. അധികം നീചങ്ങളായ മറ്റുള്ളവരുടെ അടിയും കുത്തുമൊക്കെ കൊള്ളണ ജീവികളായിട്ട്, കഴുതയെയും പട്ടിയെയും ഒക്കെ പോലെ ഏറുകൊള്ളാൻ വിധിക്കപ്പെട്ടവരായിട്ട്, അങ്ങനെ നീചമായിട്ടുള്ള ജീവികളായിട്ട് തരം താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. യാന്തി അധമാം ഗതി, അധമമായിട്ടുള്ള ജന്മങ്ങളിലേക്ക് നയിക്കപ്പെടുകയാണ്. 21ാമത്തെ ശ്ലോകം. ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മന കാമ ക്രോധ തഥാ ലോഭ തസ്മാത് ഏതത്രയം ത്യജേത്. അർജുന, നമ്മളെ മോശമായ വഴിയിലേക്ക് നയിക്കുന്ന 3 കാര്യങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? കാമം, ക്രോധം, ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനം ആത്മന കാമം ക്രോധം തഥാ ലോഭം. ഈ 3 കാര്യങ്ങളും നമ്മൾ ത്യജിക്കുക തന്നെ വേണം. തസ്മാത്, അതുകൊണ്ട്, ഏതത് ത്രയം, ഈ 3നെയും നീ ജയിക്കുക തന്നെ വേണം. കാമം, ക്രോധം, ലോഭം എന്നുള്ള ഈ 3 കാര്യങ്ങളും തൽക്കാലം ഒരു സന്തോഷമൊക്കെ കിട്ടിയേക്കാം, പക്ഷെ അത് നരകത്തിലുള്ള കവാടമാണ്. പിന്നീട് നമ്മളെ അത് വല്ലാതെ വിഷമിപ്പിക്കും എന്ന് കരുതി, എന്ന് മനസ്സിലാക്കി ബുദ്ധിയുള്ള എല്ലാവരും അതിനെ ഉപേക്ഷിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവരുടെ ആത്മാവ് അധപ്പതിക്കും. ഭഗവാനിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ആത്മാവ് അധപ്പതിക്കും. അതുകൊണ്ട് എന്ത് വേണം? കാമത്തിനെ വിവേകം കൊണ്ട് നേരിടണം. ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോ ഇത് ശരിയല്ല എന്നുള്ള തോന്നലുണ്ടാവണം. ക്രോധം വരുമ്പോ ഭഗവാന്റെ അംശമായിട്ടുള്ള സദ്ഗുണമായിട്ടുള്ള സ്നേഹം കൊണ്ട് അതിനെ തടയണം. ലോഭം എന്ന ബുദ്ധി വരുമ്പോൾ ഉടനെ തന്നെ പ്രഭുപാദര് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർത്തിട്ട്, നമ്മളുടെ എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്കും കൂടിയും കൊടുക്കാനുള്ള ധനം നമ്മൾ ചെയ്യും എന്ന് വിചാരിച്ച് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് എന്ന് കരുതി ദാനം ചെയ്യണം.
അതങ്ങനെയൊന്നും ചെയ്യാതെ അതിനൊക്കെ അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? നരകത്തിലേക്കാണ് പോവുക. 22ാമത്തെ ശ്ലോകം. ഏതൈർവിമുക്ത കൗന്ദേയ തമോദ്വാരൈസ്ത്രിഭിർനര ആചരതി ആത്മനശ്രേയ തതോ യാതി പരാം ഗതി. അതുകൊണ്ട് ഈ കാമം, ക്രോധം, ലോഭം ഈ 3 വഴികളെയും ജയിക്കുക. ഈ 3 നരകദ്വാരങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുക. എന്നിട്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള കർമ്മങ്ങൾ ചെയ്ത് നാമം ജപിച്ച് ശ്രേയസിന്റെ വഴിയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ പരമഗതിയെ പ്രാപിക്കാൻ അവർക്കും വഴിയുണ്ട്. മനുഷ്യജന്മം അഭിജാനതി അല്ലേ, നമ്മളൊക്കെ കിട്ടിയിട്ടുള്ള ആ ജന്മം അങ്ങനെ ശ്രദ്ധയോടുകൂടി ജീവിച്ച് നേടേണ്ടത് നേടണം. നര അധമന്മാരാവരുത്. വിശ്വാസം, ഭഗവത് വിശ്വാസം വേണം. അതനുസരിച്ചിട്ട് സേവകളും ചെയ്യണം. 23ാമത്തെ ശ്ലോകം. യ ശാസ്ത്രവിധിമുത്സൃജ്യ വർത്തതേ കാമകാരക ന സിദ്ധിം അവാപ്നോതി ന സുഖം ന പരാം ഗതി. ഇതൊന്നും കേൾക്കാതെ മനുഷ്യന്മാര് കാമം, ക്രോധം, ലോഭം ഇതിനെ അടിമപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എന്താണ്? ന സിദ്ധിം അവാപ്നോതി, അവർക്കൊരിക്കലും സന്തോഷം ഉണ്ടാവുകയേ ഇല്ല. ന സുഖം, ഈ ലോകത്തിൽ അവർക്ക് യാതൊരു സുഖവും, അടിസ്ഥാനമായിട്ട് അവർ കിടന്നുറങ്ങണമെങ്കിൽ അവർക്ക് ഉറക്ക ഗുളിക കഴിക്കേണ്ടി വരും, അല്ലാതെ അവർക്ക് സമാധാനം കിട്ടില്ല. ന പരാംഗതി, പിന്നെ എങ്ങനെയാ പരാംഗതിയെ കിട്ടുമോ? പരലോകത്തിലേക്കുള്ള ആ മോക്ഷവും അവർക്ക് കിട്ടുകയേ ഇല്ല. ശാസ്ത്രവിഹിതങ്ങളായ വചനങ്ങളെ കണക്കിലെടുക്കണം. എന്താ ശാസ്ത്രവചനങ്ങൾ? ഈ ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്ന വാക്കുകൾ എത്രയോ പ്രാവശ്യം ഭഗവാൻ പറഞ്ഞു തന്നു. സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവം എന്താണ്, ഭക്തന്റെ സ്വഭാവം, ജ്ഞാനിയുടെ സ്വഭാവം, ഗുണാതീതന്റെ സ്വഭാവം, ഇപ്പൊ ഇതിലും ദൈവഭാവമുള്ളവരുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ കാമകാരകന്മാരായിട്ട് ജീവിച്ചാല് അവർക്ക് ഈ ലോകത്തിൽ സുഖം കിട്ടുകയില്ല, പരമമായ ഗതിയും കിട്ടുകയില്ല. അടുത്ത ശ്ലോകം. ഇതിൽ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് വളരെ പണ്ട് എങ്ങനെയാന്ന് വെച്ചാല് 2 യുഗങ്ങളിൽ തമ്മിലുള്ളവർക്കായിരുന്നു ശത്രുത. ഹിരണ്യാക്ഷൻ അങ്ങനെ ഭഗവാനോട് വൈരാഗ്യം വന്നു, ഭഗവാൻ അദ്ദേഹത്തിനെ വധിച്ചു. പിന്നത്തെ ദ്വാപര യുഗത്തിലാണ് അതുണ്ടായിട്ടുള്ളത്. ത്രേതായുഗം വന്നപ്പോ ശ്രീരാമൻ ദ്വാപര യുഗത്തിൽ വന്നപ്പോ ഭഗവാൻ കൃഷ്ണൻ ശത്രു സംഹാരമൊക്കെ നടത്തി. പിന്നെ ശ്രീരാമന്റെ കാലമായപ്പോ രാവണനും ശ്രീരാമനും തമ്മിലായിരുന്നു യുദ്ധം. പിന്നീട് കലികാലം വന്നപ്പോ ഒരേ വീട്ടിലത്തെ തന്നെ 2 കൂട്ടര്, ഒരേ വീടല്ലേ, ഹസ്തിനപുരം അല്ലെങ്കിൽ കൗരവര് എന്ന് പറയുന്ന ഒരേ കുടുംബത്തിലെ ആൾക്കാർ തമ്മിലാണ് പക വന്നത്, പരസ്പര വിദ്വേഷം. വീണ്ടും വീണ്ടും മുന്നോട്ട് പോയപ്പോഴോ ഒരേ വ്യക്തിയിൽ തന്നെ ദൈവ ആസുരഭാവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കണം. ദോഷമുള്ള ആ മനോഭാവം നമ്മളിലേക്ക് വരാതെ ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ദൈവികമായ ഗുണങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവസാനത്തെ ശ്ലോകം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിതൗ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അതുകൊണ്ട് തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് വേണം? ശാസ്ത്രം പ്രമാണം തേ, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യം ശാസ്ത്രം പറഞ്ഞു തരും. ഇവിടെ തന്നെ പറഞ്ഞില്ലേ, ഈ ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗത്തില് ഭഗവാൻ തന്നെ പറഞ്ഞു എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. അതുകൊണ്ട് ശാസ്ത്രമാണ് പ്രമാണം ആക്കേണ്ടത്. കാര്യാകാര്യ വ്യവസ്ഥിതവും, അതാണ് കാര്യം എന്താണ്, അകാര്യം എന്താണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ ഭഗവത്ഗീത പോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു ഗുരുവിനെ നേടിയിട്ട് ഗുരുവിന്റെ അഭിപ്രായം അനുസരിച്ച് മാത്രം. പക്ഷെ ഈ കാലത്ത് അങ്ങനെ ഗുരുവിനെ തേടി നമുക്ക് നടന്നാൽ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഭഗവത്ഗീത വായിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഇതിൽ തന്നെ കണ്ടില്ലേ എത്ര ക്ലിയർ ആയിട്ടാണ് ഭഗവാൻ
ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറയും. അതിനെ പ്രമാണമായിട്ട് സ്വീകരിക്കുക. ശാസ്ത്രവിധി അറിഞ്ഞിട്ട് ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം, ശാസ്ത്രത്തിലെ വിധി പോലെ ഇന്നത് ചെയ്യുക എന്ന് ഉക്തം പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിനെ കർത്തും ഇഹ, ഇവിടെ ഈ ലോകത്തിൽ അതിനെ പ്രവർത്തിക്കുക, അതിനെ ആചരിച്ചുകൊണ്ട് നീ ജീവിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിനക്ക് മോക്ഷം നേടാനായിട്ട് സാധിക്കും എന്ന് അർജുനനിലൂടെ ഭഗവാൻ എല്ലാവരോടുമായിട്ട് പറയാണ്. അങ്ങനെ ഈ അധ്യായം ഇവിടെ കഴിഞ്ഞു. ഓം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഹരകൃഷ്ണ മാതാജി, അറ്റൻഡൻസ് ലിങ്ക് എല്ലാവരും മാർക്ക് ചെയ്യണം കേട്ടോ. അറ്റൻഡൻസ് നേരത്തെ പറഞ്ഞല്ലോ, ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങള് ലീവ് ആവണതിന് മുമ്പേ അത് മാർക്ക് ചെയ്തിട്ട് പോണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ശനിയാഴ്ച 17ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോ നെയിം, ഫോൺ നമ്പർ, തീയതി, അപ്പൊ അത് ഒന്ന് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവരും ചെയ്യാട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും കേട്ടില്ലേ? ക്ലാസ് നിർത്തട്ടെ? മാതാജി കഴിഞ്ഞിട്ടില്ല മാതാജി. കഴിഞ്ഞിട്ടില്ല? ആരൊക്കെ ഇട്ടിട്ടൊന്ന് നോക്കട്ടെ കേട്ടോ. 2 പേരെ ഇട്ടിട്ടുള്ളൂ. ഗീതാസി മാതാജിയും സുമേഷ് പ്രഭു മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറെ ആരും ഇട്ടിട്ടില്ലല്ലോ. എല്ലാവരും ഇട്ടോളൂ, അറ്റൻഡൻസ് കിട്ടിക്കോട്ടെ. ചാറ്റ് ബോക്സ് എല്ലാരും കണ്ടില്ലേ? അപ്പൊ ഇന്നലെ വരെ എങ്ങനെയായിരുന്നു? എന്താണ്? കഴിഞ്ഞ ദിവസം വരെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഇന്ന് തുടങ്ങിയാൻ അറ്റൻഡൻസ് ഉള്ളൂ. മാതാജി, ഞാൻ ചെയ്തതാണല്ലോ ബിന്ദു. വന്നിട്ടില്ലല്ലോ മാതാജി, നോക്കട്ടെ കേട്ടോ.